എൻ്റെ എപ്ലിമോ പ്രോഗ്രാമിൽ നമ്മൾ എൻറോൾ ചെയ്ത ശേഷം നോക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് ലീഡ് ചെയ്യാവുന്ന ജനറ്റിക് വേരിയൻ്റ് ഉണ്ട്. പക്ഷേ നമ്മളെന്താ കണ്ടെത്തിയത്? നമ്മൾ കണ്ടെത്തിയത് കോറിലേഷൻസ് ആണ്. കാരണം കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് പോകാൻ സാധ്യതയുള്ള കൂടുതൽ ആൾക്കാരിലും ഹോമോസിസ്റ്റിൻ ലെവൽ ഹൈ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ജീനുകളുണ്ട്. സോ എനിക്ക് തരുന്ന റെക്കമെൻഡേഷൻ എന്താണ്? ഹോമോസിസ്റ്റിൻ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതൊരു ലെവലിന് മുകളിലേക്ക് പോകാതെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് എനിക്ക് ഇരുന്ന ഒരു റെക്കമെൻഡേഷൻ. അപ്പോൾ ഒരു 1 in 3 months ഞാൻ ഹോമോസിസ്റ്റിൻ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ലെവല് കറക്റ്റാണെന്നുള്ളത് ഞാൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. കാരണം എൻ്റെ ഉള്ള ജീനുണ്ട്. ഈ ജീൻ ഓണാണോ ഇല്ലയോ എന്ന് എനിക്കറിയണം. ഈ ജീനിനെ ഓണാക്കുന്നത് എന്താണെന്നുള്ളതാണ് പിന്നെ അടുത്ത ഫാക്ടർ. അത് പലപ്പോഴും ഒന്നെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയോ ആവാം. ചില കേസുകളിൽ വേറെ കാരണങ്ങളും ഉണ്ടാവാം. പലപ്പോഴും ഇവിടെ കാണാറുള്ളത് B9-ൻ്റെയോ B6-ൻ്റെയോ B12-ൻ്റെയോ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ എൻ്റെ കേസ് നോക്കുമ്പം ജനറ്റിക്കലി എനിക്ക് ലോവർ കോൺസെൻട്രേഷൻ ഓഫ് B9 ആണ്. അപ്പോൾ അവിടെ വളരെ ക്ലിയർ റെക്കമെൻഡേഷനാണ്. ഒരു 1 in 3 months ഹോമോസിസ്റ്റിൻ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇത് ഷൂട്ടപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു മിഥൈൽ ഫോളേറ്റ് സപ്ലിമെൻറ്റേഷൻ കുറച്ച് നാളത്തേക്ക് എടുക്കുക, അതിനെ കൺട്രോൾ ചെയ്ത് താഴെ കൊണ്ട് നിർത്തുക. സോ അപ്പോൾ മറ്റേ നമ്മുടെ വില്ലൻ ജീൻ ഉണരാതെ നമുക്കവനെ അവിടെ ഇരുത്തിക്കൊണ്ടിരിക്കാൻ സാധിക്കും.